സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും CCTV ക്യാമറകളും പോലീസ് ഔട്ട് പോസ്റ്റും സ്ഥാപിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നു. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് ആശുപത്രികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. ഇത്തവണ ബജറ്റിലെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഡോക്ടർമാരുടെ സംഘടന. അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കാനും തീരുമാനമായിട്ടുണ്ട്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നു. രശ്മി, ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് തിരക്കിട്ട ചില തീരുമാനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എല്ലാ സർക്കാർ ആശുപത്രികളിലും പോലീസ് ഔട്ട് പോസ്റ്റുകൾ നിർബന്ധമായും ഉണ്ടാകും, CCTV ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കും, ഇതിനായി പ്രത്യേക ഫണ്ട് മാറ്റിവെക്കും എന്നുൾപ്പെടെയായിരുന്നു വാഗ്ദാനം. എന്നാൽ ഒന്നും നടപ്പാകുന്നില്ല, അല്ലേ? അങ്ങനെ തന്നെയാണ് രാജീവ്. കാരണം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ഈ ഒരു യോഗം ചേർന്നത്. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് പിന്നാലെ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു നടപടികളിലേക്കൊക്കെ കടക്കും എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. CCTV ക്യാമറകൾ ഉള്ളത് ആരോഗ്യവകുപ്പിന്റെ ആസ്ഥാനം ഉൾപ്പെടെ വിരലിലെണ്ണാവുന്ന ഇടങ്ങളിൽ മാത്രമാണ്. എല്ലാ സർക്കാർ ആശുപത്രികളും, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രികൾ ഉൾപ്പെടെ എല്ലാ ഇടങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്കായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കും. അതോടൊപ്പം തന്നെ മറ്റ് തരത്തിലുള്ള എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും, ഈ പ്രതികളെ വൈദ്യ പരിശോധനയ്ക്ക് ആശുപത്രികളിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഇതിന്റെ ദൃശ്യങ്ങൾ CCTVയിലോ അല്ലെങ്കിൽ വീഡിയോയിലോ പകർത്തും എന്നതൊക്കെയായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നൊരു കാര്യം. പക്ഷേ ഇത്രത്തോളം കാലങ്ങൾ പിന്നിട്ടിട്ടും എല്ലാ തരത്തിലുള്ള ഈ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ്. ഏതായാലും ഈ ബജറ്റ് സമ്മേളനത്തിലെങ്കിലും ഇതിലൊരു ഇടപെടൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഡോക്ടർമാരുടെ സംഘടനകൾ ഉൾപ്പെടെ ഉള്ളത്. അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് കടന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും സമരം ആരംഭിക്കും എന്നുള്ളതും ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഡോക്ടർമാരുടെ സംഘടന ശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ്. ഇത്തവണ ബജറ്റിലെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകണം എന്നാണ് ഡോക്ടർമാരുടെ സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത്. രശ്മിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.